ഷാഹിന അവളുടെ ഭർത്താവിന്റെ രണ്ടാം വിവാഹം കാണാൻ നിർബന്ധിതയായ ഒരു ഗതികെട്ട ഭാര്യയായിരുന്നു. പുതുമണവാട്ടിയെ കണ്ട ശേഷം പുറത്തേക്ക് പോലും കാണാതിരുന്ന ഫൈസലിനെ ഹൃദയം നുറങ്ങുന്ന വേദനയിൽ അവൾ ഉപേക്ഷിച്ച് അവിടെ നിന്നും എങ്ങോട്ടെന്നില്ലാതെ യാത്രയായി. അതെ, അവൻ ഇന്നു മുതൽ പുതിയൊരു കൂട്ടായിരിക്കുന്നു. അവൻ അവളോടൊപ്പം സന്തോഷത്തിലായിരിക്കുന്നു. ഇനി താൻ എന്തിന് എന്ന ചിന്തയായിരുന്നു അവളുടെ ഉള്ളിൽ നിറയെ. അതെ, റിഫയും ഫൈസലും സന്തോഷത്തിലായിരുന്നു. റിഫയുടെയും ഫൈസലിന്റെയും സന്തോഷ നിമിഷങ്ങൾക്കിടയിൽ അവൻ ഷാഹിനെ പറ്റി ചിന്തിക്കാൻ പോലും മറന്നുപോയിരുന്നു. ആ രാത്രി ഷാഹിന അവിടെ നിന്നും പോയത് ആരും തന്നെ അറിഞ്ഞിരുന്നില്ല. ഈ സമയം ഷാഹിന എങ്ങോട്ടെന്നില്ലാതെ നടന്ന് ആകെ അവശയായിരുന്നു. അവൾ തീരുമാനിച്ചു, ഇല്ല, ഇനി ഒരു തിരിച്ചുവരവില്ല. ഇനി ഫൈസലുമൊത്ത് തനിക്കൊരു ജീവിതമില്ല. അവൾ നടന്ന് ആകെ ക്ഷീണിതയായപ്പോൾ ഒരു മരച്ചുവട്ടിലിരുന്ന് വിശ്രമിച്ചു. പിറ്റേന്ന് രാവിലെ എല്ലാവരും ഷാഹിനെ അവിടെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവളെ അവിടെ കാണുന്നില്ല എന്നത് മനസ്സിലാക്കിയപ്പോൾ അവൻ കരുതി അവൾ തിരികെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാകുമെന്ന്. റിഫയുടെ മാതാപിതാക്കൾ അവനോട് പറഞ്ഞു, ഷാഹിനെ വിളിക്കൂ. ആ കുട്ടി മനസ്സിനെന്തെങ്കിലും വിഷമം തട്ടിപ്പോയതാണോ? അല്ല വാപ്പാ. ഉടൻ തന്നെ റിഫയുടെ മറുപടി വന്നു. ഇത്താത്ത എന്നോട് രാവിലെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും ഉറക്കമായിരുന്നതുകൊണ്ട് വിളിച്ച് ശല്യപ്പെടുത്തണ്ടെന്ന് ഇത്താത്ത തന്നെയാ പറഞ്ഞത്. ഇത്താത്ത വീട്ടിലേക്ക് പോയിട്ടുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങളുണ്ടത്രേ. റിഫ അവൾക്ക് തോന്നിയതുപോലെ അവളുടെ വാപ്പയുടെയും ഉമ്മയുടെയും ഫൈസലിന്റെ മുന്നിൽ പറഞ്ഞൊപ്പിച്ചു. റിഫ പറഞ്ഞത് അവർ വിശ്വസിക്കുകയും ചെയ്തു. ഫൈസലും കൂടുതൽ കാര്യങ്ങളൊന്നും അന്വേഷിക്കാനായി നിന്നില്ല. അവനും വിവാഹത്തിന്റെ തിരക്കുകളും മറ്റു വിരുന്നും കാര്യങ്ങളുമൊക്കെയായി സന്തോഷത്തോടെ മുന്നോട്ടു പോയി. ഈ സമയം വിശപ്പും ദാഹവും കൊണ്ട് ക്ഷീണിച്ച അവശയായ ഷാഹിന ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുകയായിരുന്നു. ആ സമയമാണ് അങ്ങോട്ടേക്കൊരാൾ നടന്നു വരുന്നത്. അവൾ അയാളോട് ഒരൽപ്പം വെള്ളം തരാമോ എന്ന് ചോദിച്ചു. അയാൾ അവളുടെ അടുത്തേക്ക് വെള്ളവുമായി എത്തിയപ്പോഴാണ് അവർ പരിചയക്കാരാണല്ലോ എന്നവർ മനസ്സിലാക്കിയത്. ഷാഹിനയുടെ കളിക്കൂട്ടുകാരനായ റഷീദായിരുന്നു അത്. അവൻ അവളോട് കണ്ട മാത്രയിൽ തന്നെ ചോദിച്ചു, ഫൈസൽ എവിടെ? നീ എന്താ ഇവിടെ ഒറ്റയ്ക്ക്? ഷാഹിനെ ആ ഒരു അവസ്ഥയിൽ കണ്ട റഷീദ് അവളോട് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചോദിച്ചു. ഒന്നിനും മറുപടി പറയാനാകാതെ ഷാഹിന തല താഴ്ത്തിയിരുന്നു പൊട്ടിക്കരയുകയാണുണ്ടായത്. എന്താണ്? എന്തു പറ്റി? എന്താണെങ്കിലും എന്നോട് പറയൂ, നമുക്ക് പരിഹാരമുണ്ടാക്കാം. നീ ഇങ്ങനെ കരയരുത്. റഷീദ് അവളെ സമാധാനിപ്പിക്കും വിധം കാര്യങ്ങൾ പറഞ്ഞു. അവൾ അവനോട് അതുവരെ അവളുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം റഷീദിനോട് പറയുവാൻ തുടങ്ങി. വളരെയധികം സന്തോഷത്തിൽ കഴിഞ്ഞിരുന്ന തൻ്റെയും ഭർത്താവിൻ്റെയും ഇടയിലേക്ക് പുതിയതായി വന്ന റിഫ എന്ന കൂട്ടുകാരിയെക്കുറിച്ചും അവളോട് അവന് പ്രണയമുണ്ടായതും അവളുടെ മാതാപിതാക്കൾക്ക് മുന്നിൽ തന്നെ ഭീഷണിപ്പെടുത്തി സമ്മതം പറയിപ്പിച്ചതും അവളുടെ വിവാഹം കാണാൻ നിർബന്ധിതയാക്കിയതും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അവൾ വിശദമായി തന്നെ റഷീദിനോട് പറഞ്ഞു. എല്ലാം അവനോട് പറയുന്നതോടൊപ്പം തന്നെ അവൾ പൊട്ടിക്കരയുവാൻ തുടങ്ങി. റഷീദ് അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, നീ എൻ്റെ കൂടെ വരൂ. നിന്നെ ഞാൻ ഒരിടത്തേക്ക് കൊണ്ടുപോകാം. നീ ഒരിക്കലും അവിടെ ഒറ്റപ്പെട്ടു പോകില്ല. നിന്നെ പോലെയുള്ള ഒരുപാട് പേരുള്ള ഒരു സ്ഥലം. അവൾ അങ്ങനെ റഷീദിനോടൊപ്പം മുന്നോട്ട് നടന്നു. അവൾക്കവൻ ഭക്ഷണം വാങ്ങി നൽകിയതിനു ശേഷം അവർ ഒരുമിച്ച് ഒരു തയ്യൽക്കടയിലേക്ക് കൊണ്ടുപോയി. അവിടെ അവൾ ഒരുപാട് സ്ത്രീകളെ കണ്ടു. അതെ, അതിൽ അധികവും വിധവകളും വിവാഹബന്ധം വേർപെടുത്തിയവരും ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ടവരുമൊക്കെ തന്നെയായിരുന്നു. അതിൻ്റെ നടത്തിപ്പുകാരിയായിരുന്നത് അല്പം പ്രായമുള്ള ഒരു സ്ത്രീയായിരുന്നു, അസ്മാബി. അവർ അവളോട് സ്നേഹത്തിൽ സംസാരിച്ചു. അവളോട് പറഞ്ഞു, നിനക്ക് എന്തു ദുഃഖമുണ്ടെങ്കിലും വിഷമിക്കരുത് മോളെ. ഇനി നീ ഒറ്റയ്ക്കല്ല. ഇവിടെ ഉള്ളവരെല്ലാം നിന്റെ കുടുംബമാണ്. ഇനി ഇതാണ് നിന്റെ കുടുംബം. അങ്ങനെ അവർ അവളെ സാന്ത്വനിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അവളുടെ മനസ്സിലെ കനലൊന്ന് അടങ്ങിയതുപോലെ അവൾക്ക് തോന്നി. അവർ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പഠിക്കുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് തുന്നലൊട്ടും തന്നെ അറിയാതിരുന്നിട്ട് കൂടി അവരുടെ നിർദ്ദേശപ്രകാരം അവൾ എല്ലാം പഠിക്കുവാൻ തുടങ്ങി. അവൾക്ക് ഓരോ കാര്യങ്ങളും സ്വന്തമായി ചെയ്യാൻ കഴിഞ്ഞപ്പോൾ അവൾക്ക് കൂടുതൽ ആത്മവിശ്വാസവും കരുത്തും കിട്ടിയതുപോലെ തോന്നി. അവൾ മറ്റെല്ലാ കാര്യങ്ങളും മറന്ന് അവളുടെ ജോലിയിൽ സംതൃപ്തയായി. സ്വന്തമായി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞപ്പോൾ തന്നെ ഷാഹിനയുടെ മനസ്സിൽ ആത്മവിശ്വാസവും സ്വാതന്ത്ര്യവും നിറഞ്ഞിരുന്നു. ഇതേ സമയം തന്നെ ഫൈസലിന്റെ ജീവിതത്തിലെ സന്തോഷത്തിന്റെ എല്ലാ നീരുറവകളും വറ്റിക്കഴിഞ്ഞിരുന്നു. റിഫയും ഫൈസലും തമ്മിൽ എല്ലാ ദിവസവും നിസ്സാര കാര്യങ്ങൾക്ക് പോലും വഴക്കായിരുന്നു. പണക്കൊഴുപ്പിന്റെ അഹങ്കാരത്തിൽ വളർന്ന റിഫയ്ക്ക് അവൾ പറയുന്നതനുസരിച്ച് നിൽക്കുന്ന ഒരു അടിമയെപ്പോലൊരു ഭർത്താവിനെ ആയിരുന്നു വേണ്ടിയിരുന്നത്. ഫൈസൽ പറയുന്ന പല കാര്യങ്ങളും അവൾക്ക് പൊരുത്തപ്പെടാനായില്ല. റിഫയുടെ പെരുമാറ്റത്തിൽ മനം തന്ന ഫൈസൽ
തൻ്റെ നല്ല പാതിയെന്നും ഷാഹിന് തന്നെയായിരുന്നു എന്ന് മനസ്സിലാക്കുകയും ഷാഹിനെ കാണണമെന്ന് തീരുമാനിച്ചുറപ്പിച്ച് അവൻ ആ വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നു. പക്ഷേ അവിടെ അവന് ആരെയും കാണാനായില്ല. നിശബ്ദമായി പൊടിപടലങ്ങളാൽ ചുറ്റപ്പെട്ട അന്തരീക്ഷത്തോടു കൂടിയൊരു വീട്. അവന് മനസ്സിലായിരുന്നു ഷാഹിനെ അവിടെയില്ല, അവൾ പോയിരിക്കുന്നു. ആദ്യമായി അവൻ ആഗ്രഹിച്ചു അവളെ ഒന്ന് കണ്ടിരുന്നുവെങ്കിൽ. അവൻ്റെ ഉള്ള നിശബ്ദമായി തേങ്ങി. തൻ്റെ സമാധാനവും സന്തോഷവുമെല്ലാം ഷാഹിന് തന്നെയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ അവൻ താൻ ഒരുപാട് വൈകിപ്പോയിരിക്കുന്നു എന്ന് മനസ്സിലാക്കി. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ഇരുളിലൂടെ നടന്നു നീങ്ങി. കാലങ്ങൾ വളരെ വേഗം കടന്നുപോയി. ഷാഹിനയുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിനങ്ങളായിരുന്നു. അവൾക്ക് അതിലുപരി ഒരുപാട് പ്രതീക്ഷകളും ഉണ്ടായിരുന്നു. അവളെപ്പോലെയുള്ള ഒരുപാട് കൂട്ടുകാരികളും ഒക്കെയായി അവർ ഒരുമിച്ച് ജീവിതം ആഘോഷിക്കുകയായിരുന്നു. അവരറിയുകയായിരുന്നു ഒരു പുരുഷൻ്റെ തണലില്ലെങ്കിലും ഒരു സ്ത്രീക്ക് ജീവിക്കാൻ ഒരു കൈത്തൊഴിലും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ അതുമാത്രം മതിയെന്ന് അവൾ ചിന്തിക്കുകയായിരുന്നു. ഇപ്പോൾ ഞാൻ ഒറ്റയല്ല, എന്നെ ഒറ്റപ്പെടുത്താൻ ആർക്കും ആവുകയുമില്ല. കാരണം എൻ്റെ സന്തോഷവും സങ്കടവും വേദനകളും എല്ലാം എൻ്റേത് മാത്രമാണ്. അത് ഞാൻ മറ്റൊരാളിലും നിക്ഷേപിച്ചിട്ടില്ല. ഇതേ സമയം പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് കൂപ്പുകുത്തുകയായിരുന്ന ഫൈസൽ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണ് ഷാഹിനെ എന്ന് തിരിച്ചറിയുകയായിരുന്നു. അവൻ്റെ ഉള്ള നഷ്ടബോധത്താൽ നിറയുകയും അവൻ്റെ ഏകാന്തതയിൽ പശ്ചാത്തപിക്കുകയും ചെയ്തു. ഷാഹിന അവളുടെ ഓരോ സായാഹ്നത്തിലും അവളുടെ സുഹൃത്തുക്കളോടൊപ്പം ചിരിച്ചും കളിച്ചും ജീവിതത്തിൻ്റെ പുതിയ കഥകൾ പറഞ്ഞു. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവരെ പിന്തുണച്ചും സ്ത്രീ ശാക്തീകരണവുമായി അവൾ മുന്നോട്ടു പോയി. ഇതിനിടയിൽ ഏതോ വഴിയിൽ കണ്ടുമുട്ടിയ ഷാഹിനയും ഫൈസലും തമ്മിൽ ഒരു നിമിഷം സംസാരിച്ചു. അവൾ ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കി പറഞ്ഞു, ഇത് എൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണത. ഞാൻ എപ്പോഴും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കും. എൻ്റെ ചിരിയും കരുത്തും എൻ്റെ കൂടെ ഉണ്ടാകും. എൻ്റെ ജീവിതം, എൻ്റെ സന്തോഷം എല്ലാം ഇപ്പോൾ എൻ്റെ സ്വന്തം. ഷാഹിന അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അതെ, അവൻ തിരിച്ചറിയുകയായിരുന്നു അവൾ കരുത്തയായ ഒരു സ്ത്രീയായി മാറിയിരിക്കുന്നു. താൻ പറയുന്നതെല്ലാം അനുസരിച്ച് തൻ്റെ അടിമയെപ്പോലെ കഴിഞ്ഞിരുന്നവളല്ല ഇന്ന് എന്നവൻ മനസ്സിലാക്കി. അവൻ നഷ്ടബോധത്താൽ ഓർത്തു, അവൾ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടില്ല. അവളുടെ ജീവിതം അവൾ തന്നെയാണ് നയിക്കുന്നതെന്നേയുള്ളൂ. ഒരു പ്രതീക്ഷ എന്നോണം അവൻ അവളോട് ചോദിച്ചു, എപ്പോഴെങ്കിലും നിനക്ക് മടങ്ങി വരണമെന്ന് തോന്നിയാൽ ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകും. അതിനു മറുപടി എന്നോണം ഷാഹിൻ അവനെ നോക്കി പുച്ഛത്തോടെ എന്ന് ചിരിച്ച ശേഷം തിരിഞ്ഞു നടന്നു. സ്റ്റോറിയുടെ ആദ്യ പാർട്ട് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റോറി ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനിയും നല്ലൊരു സ്റ്റോറിയുമായിട്ട് കാണുന്നത് വരയ്ക്കും. താങ്ക് യു.